2 ദിവസം മുമ്പ്, അതായത് ഇന്ത്യയിലെ വളരെ സുപ്രധാനമായ ഒരു ഡനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിൻ്റെ ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അനൗൺസ്മെൻ്റ് നടത്തിയത്. ഹിമാചലിൽ നിന്ന് തുടങ്ങി ജമ്മു ആൻഡ് കാശ്മീർ വഴി വരുന്ന രവി നദിയാണ്. അപ്പം അതിൻ്റെ ഏകദേശം 1520 ഘനയടി ജലം പാകിസ്ഥാനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്ത്യക്ക് അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അപ്പം ഏകദേശം 40 വർഷം മുമ്പ് ഇന്ത്യ തുടക്കമിട്ടതാണ് ഒരു ബാരേജ് പണിയണം, ഷാപൂർ ഖണ്ഡി ബാരേജ്. 1995 നരസിംഹ റാവു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു, ഇതിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ ഇട്ടു. പക്ഷേ ജമ്മു ആൻഡ് കാശ്മീരും പഞ്ചാബ് സർക്കാരും തമ്മിലുള്ള ബഹളം തമ്മിൽ, കാരണം ഈ ഡാമിലെ വെള്ളത്തിൻ്റെ ഉപയോഗം ഇലക്ട്രിസിറ്റിയുടെ ഉപയോഗവുമായിട്ടുള്ള പ്രശ്നത്തെപ്പറ്റി അടിയായതിൻ്റെ പേരിൽ ഇതങ്ങ് തടസ്സപ്പെട്ട് കിടക്കുമായിരുന്നു. 2018 പ്രധാനമന്ത്രി മോദിയും അതേപോലെ ജിതേന്ദ്ര സിംഗ്, അവിടെ നിന്നുള്ള കേന്ദ്ര മന്ത്രിയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അവരുടെ താല്പര്യപ്രകാരം ഇത് വീണ്ടും ഇതിൻ്റെ പണി തുടങ്ങുന്നു. ഏകദേശം 2 ദിവസം മുമ്പ് ഇതിൻ്റെ പണി ഓൾമോസ്റ്റ് ഫിനിഷായി. അപ്പം അതുകൊണ്ട് എന്താണ് പ്രയോജനമുണ്ട്, അതാണ് ചോദ്യം വരുന്നത്. ഇപ്പം നിങ്ങൾക്ക് ആ റിവറിൻ്റെ രീതി അറിയാമെന്ന് തോന്നുന്നു. അപ്പം ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഒഴുകുന്ന റിവറുകളാണ് ബിയാസ്, രവി, അതേപോലെ സാറ്റലൈറ്റ്. അപ്പം ഇന്ത്യയിൽ നിന്ന് തന്നെ ഒഴുകി ഒറിജിൻ ചെയ്ത് പാകിസ്ഥാനിലോട്ട് ഒഴുകുന്ന റിവറാണ് ജലം, അതേപോലെ തന്നെ ഇൻഡസ്, പിന്നെ ചെർണബ്. ഇത് പാകിസ്ഥാനിലോട്ടാണ് ഒഴുകുന്നത്. അപ്പം 1960 ഇൻഡസ് പാകിസ്ഥാൻ വാട്ടർ ട്രീറ്റി ഉണ്ടായി. അപ്പം ഇന്ത്യ സ്വാതന്ത്ര്യം ഉണ്ടായ സമയത്ത് വല്ലാത്ത ചോദ്യമായിരുന്നു ഈ റിവർ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, വെള്ളം. അപ്പം അങ്ങനെ ഇഷ്യൂ വരികയും 1960 വേൾഡ് ബാങ്കിൻ്റെ നിർദ്ദേശപ്രകാരം ഇപ്പം വെസ്റ്റേൺ റിവർ, അതായത് പാകിസ്ഥാൻ ഭാഗത്തൂടെ ഒഴുകുന്ന, ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലോട്ട് ഒഴുകുന്ന റിവറുകളെ വെസ്റ്റേൺ റിവർ എന്നും, അപ്പോൾ ഇന്ത്യയുടെ ഭാഗത്ത് ഇന്ത്യയിലോട്ട് ഒഴുകുന്ന റിവറുകളെ ഈസ്റ്റേൺ റിവർ രണ്ടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. അപ്പോൾ ഈ പാകിസ്ഥാനിലോട്ട് പോകുന്ന റിവറിൻ്റെ അകത്ത് അത് നമുക്ക് ഉപയോഗിക്കാം, വെള്ളം ഉപയോഗിക്കാം, പക്ഷേ അതിൻ്റെ ഫ്ലോ നിർത്തരുത്. അതായത് ഫ്ലോ എവിടെയും തടയരുത്. പക്ഷെ അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ഉണ്ട്. അപ്പം സത്യപാൽ മാലിക്കിൻ്റെ ഈ റെയ്ഡ് ഉണ്ടായ കേസും ഈ 2018 അവിടെ പ്രോജക്റ്റിൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ്, രഞ്ജിത്ത് പ്രോജക്റ്റ്, അതുമായിട്ട് ബന്ധപ്പെട്ട പണി കോൺട്രാക്റ്റ് സത്യപാൽ മാലിക് അവിടെ ലെഫ്റ്റനന്റ് ഗവർണർ വേറെ ആൾക്ക് കൊടുത്തു. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇഷ്യൂ ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ രവിയുടെ റിവർ ഇത് പാകിസ്ഥാനിൽ, കാരണം നമ്മളിത് തടഞ്ഞു നിർത്തി. അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ ഇതുണ്ട്, ഡാമുണ്ട്, അവിടുന്ന് നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്, അവിടെ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അത് ജമ്മു ആൻഡ് കാശ്മീരിലെ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നുമുണ്ട്. പക്ഷേ നമ്മളിതിൻ്റെ അകത്ത് എല്ലാ സമയവും ഏകദേശം 1520 ഘനയടി ജലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റാഞ്ഞ് അത് പാകിസ്ഥാനിലോട്ട് പോവുകയായിരുന്നു. അത് 2 ദിവസം മുമ്പ് ഇത് കംപ്ലീറ്റ് ആയിട്ടങ്ങ് നിർത്തി. അത് മുഴുവനും ഇന്ത്യയിലോട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. അതായത് 32,000 ഹെക്ടർ ജമ്മു ആൻഡ് കാശ്മീരിലെ 3 ഡിസ്ട്രിക്റ്റ് ഇതോടുകൂടി ഇറിഗേറ്റ് ചെയ്യും. അതായത് കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കും. അവിടെ ഉണ്ടാക്കുന്ന 205 മെഗാവാട്ട് ഇലക്ട്രിസിറ്റി അത് പഞ്ചാബിന് ഉപയോഗിക്കും. കാരണം ഈ മോദി വന്നിട്ട് ചെയ്തത് 2018 ഈ 2 സ്റ്റേറ്റുമായിട്ട് ഇരുന്നിട്ട് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കി ഇതിൻ്റെ പണി പെട്ടെന്ന് അങ്ങ് തുടങ്ങി. അവസാനം ഇത് പൂർത്തീകരിച്ചു. അതായത് മനസ്സിലാക്കേണ്ടത്, പഞ്ചാബിൻ്റെ ആ ജമ്മുവിൻ്റെ ഭാഗം എത്രമാത്രം അഗ്രികൾച്ചർ ഫർട്ടൈൽഡാണ്. അതേപോലെ തന്നെ ഈ പാകിസ്ഥാനിലോട്ട് പോകുന്ന ഇന്ത്യൻ റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത് കാശ്മീർ വാലിയിൽ നിന്നും മറ്റു പലയിടത്തും, കാരണം ഹിമാലയത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നത്. അപ്പം അത് പാകിസ്ഥാനിലോട്ട് പോകുന്നു. അത് കൊണ്ടാണ് പാകിസ്ഥാനിൽ ആ ഭാഗം മുഴുവനും വെള്ളം കുടിക്കുന്നതും ഇറിഗേറ്റ് ചെയ്യുന്നതും കാർഷിക ആവശ്യം. അതായത് പാകിസ്ഥാൻ പഞ്ചാബ് മുഴുവൻ ഉപയോഗിക്കുന്ന വെള്ളം മുഴുവനും ഈ വെസ്റ്റേൺ റിവർ, ഏകദേശം 3 റിവർ, അത് പാകിസ്ഥാനിലാണ് ഉപയോഗിക്കുന്നത്.
അപ്പോൾ ഇന്ത്യയുടെ ഇത്രയും നാൾ നമ്മുടെ വെള്ളം പോയിക്കൊണ്ടിരുന്ന പാകിസ്ഥാനിൽ അവരത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. കാരണം ഇൻഡസ് വാലി ട്രീറ്റിക്കകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് രവിയുടെ റിവർ പൂർണ്ണമായിട്ട് ഇന്ത്യക്ക് ഉപയോഗിക്കാം. അതിനൊരു പരിഹാരം ഉണ്ടാക്കിയത് മോദി വന്ന ശേഷമാണ്. കാരണം ഇത് എഴഞ്ഞെഴഞ്ഞ് നീങ്ങുമായിരുന്നു. ഉറപ്പായിട്ടും അത് അഗ്രികൾച്ചർ മാത്രമല്ല, ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യും, അവിടെ ടൂറിസം ഉണ്ടാകും, ആ ഭാഗം മുഴുവൻ അങ്ങ് മാറും. അപ്പോൾ 3ഓളം ഈ ജമ്മു ആൻഡ് കാശ്മീരിലെ ഈ ജില്ലകൾ ഏകദേശം 32,000 ഹെക്ടർ സ്ഥലം വെള്ളമില്ലാതെ അതിൻ്റെ പകുതിയോളം ഇത് ഫാമിങ് ചെയ്യാൻ പോലും പറ്റാതെ കിടക്കുന്ന ലാൻഡാണ് ഇപ്പോൾ ഫാമിങ്ങിനായിട്ട് വേണ്ടി ഇറിഗേഷന് വേണ്ടി വെള്ളം കിട്ടാൻ പോകുന്നത്. അതേപോലെ പഞ്ചാബിൻ്റെ ചില ഭാഗങ്ങളിൽ ഇലക്ട്രിസിറ്റിയുടെ ഷോർട്ടേജ് അത് പൂർണ്ണമായിട്ട് മാറി 205 മെഗാവാട്ട് ഇലക്ട്രിസിറ്റി പ്രോജക്റ്റും കൂടെ കയറി വരുന്നതോടുകൂടി അത് കംപ്ലീറ്റ് ആയിട്ട് ഇലക്ട്രിഫൈ ചെയ്യും ആ ഏകദേശം ഗുരുദാസ്പൂറും ഫിറോസ്പൂരും ആ ജില്ലകൾ. അപ്പം ഇത് ആ ഭാഗത്ത് പോവുകയാണെങ്കിൽ, അതായത് ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ പഞ്ചാബിൻ്റെ ബോർഡറിലായിട്ടാണ് ഈ റിവർ വരുന്നത്. അത് നമുക്ക് കാണാവുന്ന സംഭവമാണ് ഈ റിവറിൻ്റെ വരവും അത് കഴിഞ്ഞ് ആ വെള്ളം പാകിസ്ഥാനിലോട്ട് ഒഴുകി പോകുന്നത്. അപ്പം അതിനൊരു വലിയ തീരുമാനം ഉണ്ടായതോടുകൂടി ആ ഭാഗത്ത്, അതായത് പഞ്ചാബാണെങ്കിലും ഈ ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ ജമ്മു കാശ്മീരിലാണെങ്കിലും വലിയ മാറ്റമാണ് ഇതോടുകൂടി ഉണ്ടാകാൻ പോകുന്നത്.